വലിയ തുക വാങ്ങിക്കുന്നതിന് ഞാൻ തെറ്റൊന്നും പറയില്ല. കാരണം എന്താ അറിയോ, ഞാൻ എന്ത് വാങ്ങണമെന്ന് ഞാനല്ലേ തീരുമാനിക്കണം. നിങ്ങൾ ഈ തലവേദനയുള്ള ചുമക്കുക, അവന് കോടികൾ കൊടുത്തിട്ട് പടം പൊളിയുമ്പോൾ ഇരുന്ന് ചീത്ത വിളിച്ചിട്ട് ഒരു കാര്യമില്ല. അവന് ഇഷ്ടമുള്ള പ്രതിഫലം ചോദിക്കും, നിങ്ങൾ കൊടുക്കരുത്, എനിക്ക് നീ വേണ്ട എന്ന് പറയണം. വലിയ തുക വാങ്ങിക്കുന്നതിന് ഞാൻ തെറ്റൊന്നും പറയില്ല. കാരണം എന്താ അറിയോ, ഞാൻ എന്ത് വാങ്ങണമെന്ന് ഞാനല്ലേ തീരുമാനിക്കണം. പക്ഷെ അതിനുള്ള അർഹതയുണ്ടോ എന്ന് സ്വയം ആലോചിക്കുന്നത് നല്ലതാണ്. ഈ ബംഗ്ലാവിൽ തെയ്യുണ്ണി അറിയാതെ ഒരു പരിപാടി നടക്കൂല മോനെ. കോമഡി ചെയ്ത പയ്യനെയും ഒരു പെണ്ണും വെച്ച് ചെയ്തിട്ട് 4 കോടിക്ക് തീർക്കാമെന്ന് പറഞ്ഞിട്ട് 20 കോടി രൂപ ചെലവാക്കിയ നിർമ്മാതാവ് എന്താ പറയാ, വീടിന്റെ തൊഴുത്തിൽ എവിടെ കിടന്നുറങ്ങണം. ഞാൻ പറയുന്നത് ഇത്രേ പറയുള്ളൂ. പ്രൊഡ്യൂസേഴ്സ് ആർട്ടിസ്റ്റുകളുടെ പ്രതിഫലം കുറയ്ക്കാൻ പറയരുത്. ഇതുപോലുള്ള പിച്ചക്കാരന്മാരെ വെച്ച് എടുക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. പ്രേമലു പോലുള്ള ഒരു പയ്യ, അതിലൊരു പുതിയ പയ്യല്ലേ അഭിനയിച്ചു. നിങ്ങൾ പുതിയ ആളുകളെ കൊണ്ടുപോകുന്നേ. അവൻ 3 പടം കഴിയുമ്പോൾ 5 കോടി ചോദിക്കുമ്പോൾ അവനെ കട്ട് ചെയ്യണം. പുതിയ ആളുകളെ കൊണ്ടുവരണം. അല്ലാതെ എന്റെ പ്രതിഫലം ഞാനല്ലേ തീരുമാനിക്കും. ഇപ്പൊ മോഹൻലാൽ 30 കോടി ചോദിക്കുന്നെങ്കിൽ നിങ്ങൾ വയ്ക്കണ്ട. അല്ലെങ്കിൽ മമ്മൂക്ക 15 കോടിയും ഓവർസീസ് റൈറ്റും ചോദിക്കുന്ന നീ വയ്ക്കണ്ട. ഇതിന് മാത്രം എന്ത് തെറ്റായിട്ടാ ഞാൻ ചെയ്തത്? അല്ലാതെ അയാളുടെ ശമ്പളം അയാളല്ലേ നിശ്ചയിക്കും. കൊടുക്കണോ വേണ്ടതെന്നാണ് നിങ്ങൾ തീരുമാനിക്കുക. അതെന്റെ വലിയൊരു ആഗ്രഹം. സംഘടനയ്ക്കകത്ത് പോലും ഒരു യൂണിറ്റി ഇല്ല. അതല്ലേ ഞാനെങ്ങനെ പറയുള്ളൂ. നിങ്ങൾ 4 കോടിക്ക് ചെലവാക്കി തീർത്തു തരാമെന്ന് പറഞ്ഞ സംവിധായകൻ 20 കോടിയാക്കിയെങ്കിൽ അവനെ 10 വർഷം ബാൻ ചെയ്യണമെന്ന്. ഇപ്പൊ വിനായകൻ എന്ന് പറഞ്ഞു കേട്ടു. സുരേഷ് കുമാർ ഭാര്യയുടെ മക്കളുടെ എന്ന് പറഞ്ഞാൽ വിനായകന്മാരെയൊന്നും വയ്ക്കരുതെന്ന്. നിങ്ങൾ എന്തിനാ ഈ തലവേദനകളൊക്കെ ചുമന്നു നടക്കണേതിന്? നിങ്ങൾ ഈ തലവേദനയുള്ള ചുമക്കുക, അവന് കോടികൾ കൊടുത്തിട്ട് പടം പൊളിയുമ്പോൾ ഇരുന്ന് ചീത്ത വിളിച്ചിട്ട് ഒരു കാര്യമില്ല. അവന് ഇഷ്ടമുള്ള പ്രതിഫലം ചോദിക്കും, നിങ്ങൾ കൊടുക്കരുത്, എനിക്ക് നീ വേണ്ട എന്ന് പറയണം. ജോലി എന്നില്ലെങ്കിൽ എനിക്ക് പുല്ലാണോ. ചായം തേച്ച് അഭിനയിക്കാൻ നല്ല ഭംഗിയുള്ളൊരു മുഖവും നല്ല ആരോഗ്യമുള്ള ശരീരവും ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അത് ചെയ്യുന്നില്ല പ്രൊഡ്യൂസേഴ്സ്. അവിടെയാണ് പ്രൊഡ്യൂസർമാർക്ക് പറ്റുന്ന ഒരു അബദ്ധം. കടലിൽ കിടന്ന കോണാനടുത്ത് കഴുത്തി ചുറ്റിയല്ലോ ദൈവമേ. ഞാൻ എന്റെ ബജറ്റ് 5 കോടി രൂപയ്ക്ക് അല്ലെങ്കിൽ 10 കോടി രൂപയ്ക്ക് അല്ലെങ്കിൽ 20 കോടി രൂപയ്ക്ക് ഒരു സിനിമ ചെയ്യാൻ 21 കോടിയായ ആ 1 കോടി നീ വയ്ക്കൂടെ എന്ന് സംവിധായകനോട് പറയണം. കലാകാരൻ മണ്ണെണ്ണയാണോ? മണ്ണെണ്ണ അത് ഈ ലോകം മുഴുവൻ കത്തി പറയും. താൻ വെറും കോഴി കോതമ്പ്. തന്നെ നാളെ ജനങ്ങൾ ഇങ്ങനെ കൊത്തി 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 തിന്നും വിളിച്ചോളൂ. കാരവാനും മറ്റേ വലിക്കാനും ഒട്ടിക്കാനും ഒക്കെ ഉള്ള കൊണ്ടുവന്നിട്ട് ഉച്ചയ്ക്ക് ഷൂട്ടിങ്ങിന് ഒരുങ്ങി നിന്റെ അച്ഛന്റെ പടത്തിൽ ചെയ്താൽ മതി എന്ന് പറയണ്ട. സർ ആക്ച്വലി എന്താ സർ സംഭവിച്ചത്? അത് പറയുന്നില്ല പ്രൊഡ്യൂസേഴ്സ്. അതിനുള്ള ചങ്കൂറ്റമില്ല. കാരണം അത് പറയുന്നവനെ ഒറ്റപ്പെടുത്തിയിട്ട് അവന്റെ കൂടെ നിൽക്കുന്ന പ്രൊഡ്യൂസറാണ് അവനെ വെച്ച് അടുത്ത പടം ചെയ്യണം. ഈ 4 കോടി 20 ആക്കിയവനെ ലിസ്റ്റർ ശിവ എങ്ങനെ സിനിമ ജയിക്കുന്നത്? അപ്പൊ ലിസ്റ്റർ ശിവന്മാരെ ആദ്യം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മര്യാദ പഠിപ്പിക്കണം. തെറ്റാണോ? അല്ലാതെ അവനെ പ്രസിഡന്റ് ആക്കി വെച്ചുകൊണ്ട് അവൻ ഈ കളി കളിക്കുമ്പോൾ അവനെ ഒഴിവാക്കണം. ഇന്നത്തെ ഒരു രാത്രിയിൽ ഈ കോടാലിനെ നിന്റെ വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യടാ. അതാണ് ചെയ്യാനുള്ളത്. അതിന് പകരം ഞാൻ താരങ്ങളുടെ പറയില്ല. കാരണം ഞാൻ എന്റെ ശമ്പളം ഞാനല്ലേ തീരുമാനിക്കണം. ഞാൻ ഏത് ഹോട്ടലിൽ താമസിക്കണം, ഏത് ഭക്ഷണം കഴിക്കണം, ഏത് ഡ്രസ്സ് ഇടണം, ഏത് പ്രതിഫലം വാങ്ങണമെന്ന് ഞാൻ തീരുമാനിക്കുന്നു. നിങ്ങൾ വയ്ക്കേണ്ടെന്നേ. ഞാൻ കേൾക്കട്ടെ, 10 ദിവസം പടം ഇല്ലാതെ വീട്ടിൽ ഇരുന്ന ഇവനെല്ലാം വരച്ച വരി വരും. ഇവനെ ഒരു 2 മാസം വീട്ടിൽ ഇരുത്തിയാൽ മതി. 11 മണിയാകുമ്പോൾ കാരവാനിൽ വന്ന് ഉറക്കം കഴിഞ്ഞോലെ വന്നിറങ്ങും. ശിവരാത്രിക്ക് വീട്ടിൽ വന്നോലെ എന്നിട്ട് കാരവാനിൽ കയറി ഇരുന്ന് വലിച്ചും കുടിച്ചും നാക്കിന്റെ അടിയിൽ ഒട്ടിച്ചു. അവൻ എനിക്കിട്ട് പണിഞ്ഞോണ്ടിരിക്കല്ലേ ഇപ്പൊ ഇതുപോലെ സിനിമ ചെയ്തിരുന്ന എത്ര നിർമ്മാതാക്കൾ ഇപ്പൊ മാറിയിരിക്കുന്നു. കാരണം ഇവന്റെയൊക്കെ തലവേദന സഹിക്കാൻ വയ്യാന്നേ. പിന്നെ അതുമ്മ കയറി കിടന്ന് തൂങ്ങിയിട്ട് ഗാന്ധിജി ഒന്നും വന്നിക്കണ്ട. ഹാഫ് ട്രൗസർ ഇട്ട കുറെ സംവിധായകരും ക്യാമറാമാനും ഇറങ്ങിയിട്ടുണ്ട്. ഇവന്മാരെല്ലാം കൂടെ അളിയാളിയാന്ന് വിളിച്ച് ക്യാരവാനിനകത്തിരുന്ന് വാചകം അടിച്ച് ഒരു സീൻ ഒരു ദിവസം എടുക്കില്ലല്ലോ. 30 ദിവസം കൊണ്ട് എടുത്ത പടമാണ് വടക്കും വീരഗാഥ. ഇപ്പൊ 300 ദിവസം എടുത്താൽ ഇവ എടുക്കില്ല. ഇപ്പൊ ഉള്ളവന്മാർ ഈ സംവിധായകൻ എന്ന് പറഞ്ഞാൽ നടക്കണ ഏവനെങ്കിലും ഇതുപോലത്തെ ഒരു പടം എടുത്ത് കാണിക്കട്ടെ. 30 ദിവസം വേണ്ട, 100 ദിവസം കൊണ്ട് എടുത്ത് കാണിക്കട്ടെ. നാറ്റ കേസ് തൽക്കാലം ആരോടും പറയണ്ട. പിന്നെ ഈ കാശും കൊണ്ട് കുറെ പൊട്ടന്മാർ ഇറങ്ങണമെന്നേ ഈ അമേരിക്കയിൽ നിന്നും ഗൾഫിൽ നിന്നും ഒക്കെ. ഇത് തിരിച്ചു കിട്ടുമെന്ന് വേറെ ചില സുഖങ്ങൾ കിട്ടും. അതിനുവേണ്ടി വന്നിറങ്ങി ഇവന്റെ കുത്തുവാള എടുപ്പിച്ച് വിടുമ്പോ മിണ്ടാതെ അങ്ങ് പോകും. ഈ നാട്ടിലേക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. സെക്രട്ടറിയോ പ്രസിഡന്റോ ആയ ലിസ്റ്റർ ശിവനെ നിലയ്ക്ക് നിർത്താൻ കഴിയുന്നില്ലെങ്കിൽ 4 കോടി കൊണ്ട് തീർത്തു കൊടുക്കാമെന്നുള്ള പടം 20 കോടി ആക്കിയെങ്കിൽ ആ സംവിധായകനെ 10 വർഷത്തേക്ക് ബാൻ ചെയ്യണ്ടേ? അതിന് വരാം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ നേതാവ് തന്നെ വിളിച്ചോട്ടി അടുത്ത പടം ചെയ്യാം. പിന്നെ ഇത് ആരെ കൺട്രോൾ ചെയ്യണം? എവർക്ക് എന്നിട്ട് അമ്മയെ കുറ്റം പറയാനുള്ള എന്തെങ്കിലും യോഗ്യത? ഇനി നടക്കാൻ പോണ മുള്ളിക്കളിയുള്ള നമ്മളില്ല കേട്ടാ. നമ്മളിവരുണ്ടാ ഫ്രീ. അപ്പൊ നടക്കട്ടെ, നല്ല ഈടിവെട്ടായി.